നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റയൽ മാഡ്രിഡിന് തോൽവിയേറ്റ് വാങ്ങേണ്ടി വന്നിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ലിവർപൂൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അലക്സിസ് മാക്കാലിസ്റ്റർ, കോഡി ഗാക്പോ എന്നിവരായിരുന്നു ഈ മത്സരത്തിൽ ലിവർപൂളിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത്. ഈ മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ റയലിന് വേണ്ടി കളിച്ചിരുന്നില്ല. പരിക്ക് കാരണമാണ് അദ്ദേഹത്തിന് മത്സരം നഷ്ടമായത്. എന്നാൽ ഈ മത്സരം വീക്ഷിക്കുന്നതിൻ്റെ ഒരു ചിത്രം അദ്ദേഹം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ലാലിഗയുടെ പ്രസിഡൻ്റായ ഹവിയർ ടബാസ് ഇത് വിവാദമാക്കിയിട്ടുണ്ട്. എന്തെന്നാൽ ബ്രസീലിയൻ ചാനലായ TNT സ്പോർട്സിലൂടെയായിരുന്നു വിനീഷ്യസ് ജൂനിയർ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ സ്പെയിനിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടെലികാസ്റ്റിംഗ് റൈറ്റ് ഉള്ളത് മൂവി സ്റ്റാർ എന്ന ചാനലിനാണ്. അതുവഴി മത്സരം വീക്ഷിക്കാത്തതിനാലാണ് ടബാസ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. റയൽ മാഡ്രിഡിന് അദ്ദേഹം ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് ടബാസ് പറഞ്ഞത് ഇപ്രകാരമാണ്: ലിവർപൂളും റയൽ മാഡ്രിഡും തമ്മിൽ നടക്കുന്ന മത്സരത്തിനിടയിൽ വിനീഷ്യസ് ജൂനിയർ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ആ സ്ക്രീനിൽ നമുക്ക് TNT സ്പോർട്സിൻ്റെ ലോഗോ കാണാൻ കഴിയും. അത് പൈറസിയാണ്. എന്തെന്നാൽ നിങ്ങൾ സ്പെയിനിൽ ആയിരിക്കുമ്പോൾ മൂവി സ്റ്റാർ വഴിയാണ് ചാമ്പ്യൻസ് ലീഗ് മത്സരം കാണേണ്ടത്. ഇക്കാര്യത്തിൽ റയൽ മാഡ്രിഡിന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഹവിയർ ടബാസ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിയൻ HBO മാക്സ് അക്കൗണ്ട് വഴിയാണ് TNT സ്പോർട്സിലൂടെ ഈ ഒരു മത്സരം വീക്ഷിച്ചത് എങ്കിൽ അത് നിയമലംഘനമല്ല. കാരണം അത് ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ല, VPN ഉപയോഗിച്ചുകൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ ഈ ചാനൽ വഴി ഈ മത്സരം വീക്ഷിച്ചത് എങ്കിൽ അത് പൈറസിയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ വിനിയുടെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.